Hello friends, welcome back to SPC Chem Tutor. നമ്മുടെ സ്റ്റേറ്റ് 2021 എക്സാം കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചില ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ 2 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുന്ന സമയത്ത് ആരെങ്കിലും ബേസിക്സ് അല്ലെങ്കിൽ അവിടെ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അവിടെ പോയി റെഫർ ചെയ്താൽ മതി. പിന്നെ ആ വീഡിയോസ് രണ്ടും വളരെ ബേസിക് ആയിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിലും കൂടുതൽ പോയിൻറ്റ്സ് രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. First question, how many stereo centers are present in the tripeptide methionine alanine histidine? Answer is 3. അപ്പോൾ നമ്മൾ ഇതിലുള്ള ട്രൈപെപ്റ്റൈഡിലെ അമിനോ ആസിഡ്സ് ഒന്ന് മെത്തിയോനൈൻ ആണ്, ഒന്ന് അലനിൻ, ഹിസ്റ്റഡീൻ. ഈ 3 അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്ത പെപ്റ്റൈഡ് ലിങ്കേജ്, അതായത് ട്രൈപെപ്റ്റൈഡിൻ്റെ സ്ട്രക്ചറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ 3 എന്തുണ്ട്, സ്റ്റീരിയോ സെൻറ്റേഴ്സ് ഉണ്ട്. സ്റ്റീരിയോ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കാർബണ് അതിൻ്റെ 4 വാലൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് കൊണ്ട് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള കാർബൺസ് ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. Then next question, how many total stereo isomers exist for the following compound? So answer is option C, 4. അതായത് സ്റ്റീരിയോ ഐസോമേഴ്സ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 സ്റ്റീരിയോ സെൻറ്റേഴ്സ് ആണുള്ളത്. സോ 2n സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആയിരിക്കും. സോ 4. The most stable conformation of cis-1,4-diterbutyl cyclohexane is option A, chair conformation in which terbutyl groups at position 1 and 4 are equatorial. Option B, chair conformation in which the terbutyl group at position 1 and 4 are axial. Option C, chair conformation in which terbutyl group at position 1 is equatorial and terbutyl group at position 4 is axial. Then option D, twist bond conformation with a quasi equatorial terbutyl group. The correct answer is option D. അതായത് ഇതിൻ്റെ നമ്മൾ ഈ തന്നിട്ടുള്ളതാണ് അതിൻ്റെ cis-1,4-diterbutyl cyclohexane. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ terbutyl സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സെയിം സൈഡ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയർ കൺഫർമേഷനിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫസ്റ്റത്തെ പിക്ചറിലാണെന്നുണ്ടെങ്കിൽ അതിൽ 1,4 അത് ഒന്ന് സിസ്സായ കാരണം നമ്മൾ അപ്പ് ആണ് കൊടുക്കാൻ. അപ്പോൾ 1ലും 4ലും ഒന്ന് ആക്സിയലും ഒന്ന് ഇക്വറ്റോറിയലും നിൽക്കുന്ന സമയത്താണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുക. ഇനിയിപ്പോൾ ആ റിങ് ഫ്ലിപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്ത ചെയർ ഫോമിലേക്ക് മാറിയാലും ആക്ഷിയലും ഇക്വറ്റോറിയലും നേരത്തെ ഇക്വറ്റോറിയൽ ഉണ്ടായത് ആക്ഷിയലും നേരത്തെ ആക്ഷിയൽ ഉണ്ടായത് ഇക്വറ്റോറിയലായിട്ട് മാറുക എന്നല്ലാതെ അതിന് ആ ഇക്വറ്റോറിയൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ആ ബൾക്കി ഗ്രൂപ്പിന് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നില്ല. സോ സ്ട്രക്ചർ ഇൻ ചെയർ കൺഫർമേഷൻ ലെസ് സ്റ്റേബിൾ ആണ്. പിന്നെ ഇനി ബോട്ട് കൺഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ബോട്ട് കൺഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് ഉള്ള സമയത്ത് തന്നെ ബോട്ട് കൺഫർമേഴ്സ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഹൈലി ബൾക്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വരുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഫോമാണ് ട്വിസ്റ്റ് ബോട്ട് കൺഫേമർ. അതായത് 2 ഹൈഡ്രജൻസും അതിൻ്റെ സ്റ്റെറിക് ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ട്വിസ്റ്റ് ബോട്ട് കൺഫർമേഷനാണ്. Next question, in the energy dihedral angle diagram of butane, the gauche staggered form is found in a trough which is, answer is option A, above anti-staggered and below fully eclipsed form. ഇത് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. Then meso compounds are usually optically active because they have option A, no chiral centers. Option B, at least 4 chiral centers. Option C, chiral centers having 2 similar groups or atoms. Option D, chiral centers with chiral centers but internally compensated. So answer option D ആണ്.
മീസോ കോമ്പൗണ്ട്സ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് ഈവൻ ദോ ഇറ്റ് കണ്ടെയ്ൻസ് കൈറാൽ സെൻറ്റേഴ്സ്. സോ അത് ഇൻറ്റേർണൽ കോമ്പൻസേഷൻ വഴിയാണ് അത് എന്താകുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആകുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Then next question, the mutarotation of glucose is characterized by the option A change from aldehyde to ketone structure. Option B, a change of specific rotation from a positive to a negative value. Option C, the presence of an intermediate bridge structure. Option D, the irreversible change of alpha D to beta D form. The correct answer is option C, the presence of an intermediate bridge structure. സോ മ്യൂട്ടാറൊട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസ് നോക്കുക. ഗ്ലൂക്കോസിൽ നമുക്കറിയാം 6 കാർബൺ ആറ്റംസ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് തന്നെ അതിൻ്റെ അക്വസ് സൊല്യൂഷൻ ആകുന്ന സമയത്ത് അത് പിറനോസ് റിങ്, അതായത് 6 മെമ്പേർഡ് ഓക്സിജൻ കണ്ടെയ്നിങ് 6 മെമ്പേർഡ് റിങ്ങിലേക്ക് അത് അതിൻ്റെ ഈക്വിലിബ്രിയം അതായത് ചേഞ്ച് ചെയ്യും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 5th കാർബൺ ഉള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോയിട്ട് ആ ആൽഡിഹൈഡ് കാർബണൈലുമായിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. സോ അങ്ങനെ ഫോം ചെയ്യുന്ന 2 ടൈപ്പ് ഉണ്ട്. അതായത് അപ്പോൾ ഈ ആൽഡിഹൈഡ് കാർബൺ അപ്പോൾ അവിടെ ഒരു പുതിയ OH ഫോം ചെയ്യും. ഈ OH ഗ്രൂപ്പിൻ്റെ അനുസരിച്ചിട്ട് അത് 2 കൺഫേമേഴ്സായിട്ട് ഫോം ചെയ്യും. അതിനെയാണ് ആൽഫ ഡി ഗ്ലൂക്കോപിരനോസും ബീറ്റ ഡി ഗ്ലൂക്കോപിരനോസും. അതിൽ ആൽഫ ഡി എന്ന് പറയുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റത്തെ ആ പുതിയതായിട്ട് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ആ കാർബണിനെയാണ് അനോമറിക് കാർബൺ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ചില കേസിൽ നമ്മൾ എപ്പിമറിക് കാർബൺ എന്ന് പറഞ്ഞേക്കും, അതും ഇതും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ സൈക്ലിക് ഈ ബ്രിഡ്ജ്ഡ് ഓക്സിജൻ വരുന്ന സൈക്ലിക് സ്ട്രക്ചേഴ്സിൽ വരുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു കാർബണിനെയാണ് ആനോമറിക് കാർബൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള അത് മീൻസ് സെൻറ്റൻസ് വൈസുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പുതിയതായിട്ട് വന്നിട്ടുള്ള കാർബൺ എന്നൊക്കെ അതിനെയാണ് ആനോമറിക് കാർബൺ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ നേരെ താഴെ കൊടുത്തിട്ടുള്ള അതിൻ്റെ സൈക്ലോഹെക്സേൻ, അതായത് ഫോം ചെയ്തിട്ടുള്ള ആ 6 മെമ്പേർഡ് റിങ്ങിൻ്റെ സ്ട്രക്ചറാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ആൽഫ ഗ്ലൂക്കോ പിറനോസും റൈറ്റ് സൈഡിലുള്ളത് ബീറ്റ ഗ്ലൂക്കോ പിറനോസുമാണ്. ഓക്കെ. അതിൽ ഇപ്പോൾ ഈ ആൽഫയും ബീറ്റായും എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിൻ്റെയും എല്ലാ OHും എന്താണ് ഇക്വറ്റോറിയൽ ആയിരിക്കും. OH ആൻഡ് ഇൻക്ലൂഡിങ് CH2OH അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാതും അതിൻ്റെ പിറനോ സ്ട്രക്ചർ നമ്മൾ സൈക്ലിക് ഫോമിൽ എഴുതുന്ന സമയത്ത് എല്ലാ OHും എന്താണ് ചെയർ ഫോമിൽ എഴുതുന്ന സമയത്ത് എല്ലാ OHും ഇക്വറ്റോറിയലാണ്. ഇനി ഒന്നിൻ്റെ സ്റ്റീരിയോകെമിസ്ട്രി മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഏതാണ് അതിന് ഒന്നല്ല രണ്ടെണ്ണത്തിൻ്റെ ആൽഫയിലും ബീറ്റയിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതിൽ ആൽഫയാണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇപ്പം ആൽഫയാണെന്നുണ്ടെങ്കിൽ ആൽഫയിൽ OH ആക്ച്വലായിരിക്കും, ബാക്കിയെല്ലാം ഇക്വറ്റോറിയലാണ്. ബീറ്റയിൽ നോക്കുമ്പോൾ എല്ലാ OHും ഇക്വറ്റോറിയലാണ്. സോ സ്റ്റെബിലിറ്റി വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബീറ്റ ഗ്ലൂക്കോപിറനോസാണ് സ്റ്റേബിൾ, കാരണം OHകളെല്ലാം ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ഇനി അതിൻ്റെ വേറെ ജസ്റ്റ് ആ സൈക്ലിക് 6 മെമ്പേർഡ് ചെയർ ഒന്നല്ല 6 മെമ്പേർഡ് ആയിട്ട് എഴുതുന്ന സമയത്ത് ആൽഫയിലാണെന്നുണ്ടെങ്കിൽ ബീറ്റയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ OHും ഇൻ ബിറ്റ്വീൻ അതെന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. OH ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ബീറ്റ ഗ്ലൂക്കോപിറനോസിൻ്റെ സ്ട്രക്ചറാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ് ആൽഫ സ്ട്രക്ചറാണ്. അപ്പോൾ ആൽഫയിലാണെന്നുണ്ടെങ്കിൽ 2 OH ഗ്രൂപ്പ് സെയിം സൈഡ് വരുന്നുണ്ട്. ബീറ്റയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ OHും ഇൻക്ലൂഡിങ് CH2OH എന്താണ് ഡിഫറെൻറ്റ് പൊസിഷനിലാണ്, അതായത് ഡിഫറെൻറ്റ് പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇത്രയാണ് മ്യൂട്ടാറൊട്ടേഷൻ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി കുറച്ച് പോയിന്റ്സ് പറയാം. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ ഡയസ്റ്റീരിയോമേഴ്സ്. അത് തമ്മിൽ എന്താണ് ഡയസ്റ്റീരിയോമേഴ്സ് ആണ്. അത് തമ്മിൽ എന്തല്ല ഇനാൻഷ്യോമേഴ്സ് അല്ല, എന്തല്ല മിറർ ഇമേജ് അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ അതായത് 2 ആൽഫ ഡി ഗ്ലൂക്കോപിറനോസിൻ്റെ ബീറ്റ ഡി ഗ്ലൂക്കോപിറനോസിൻ്റെ സ്ട്രക്ചർ എന്തല്ല ഇനാൻഷ്യോമസ് അല്ല. അതായത് ആൽഫ ഡീൻ എങ്ങനെ മിററിൽ കാണുന്നു എന്ന രീതിയിലല്ല ബീറ്റ ഡി കിടക്കുന്നത്. അപ്പോൾ എന്തല്ല അത് ഇനാൻഷ്യോമസ് അല്ല, ബാക്കി എന്താണ് ഡയസ്റ്റീരിയോമേഴ്സ് ആണ്. ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽഫ ഡി ഗ്ലൂക്കോസിനാണെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ +112.2 ഡിഗ്രി ആയിരിക്കും. ബീറ്റ ഡി ഗ്ലൂക്കോസിനാണെങ്കിൽ +108.7 ആയിരിക്കും.
When either of these two are dissolved in water, its value changes to 52.7 degree. അതായത് ഇതിന് ഒന്ന് ആൽഫ ഡിക്ക് വേറെയാണോ സ്പെസിഫിക് റൊട്ടേഷൻ, ബീറ്റ ഡിക്ക് വേറെയാണ് സ്പെസിഫിക് റൊട്ടേഷൻ. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്, അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് പ്ലസ് 52.7. ദിസ് പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഇൻ സൊല്യൂഷൻ ഈസ് കോൾഡ് the muta rotation. Okay, the process of change in optical rotation of a compound in solution is called a muta rotation. In aqueous solution, each of these two forms are in equilibrium with open chain format with a free aldehyde group. ഓക്കെ, അതായത് ഇത് ഈക്വിലിബ്രിയം, മൂന്ന് സ്ട്രക്ചേഴ്സ് തമ്മിൽ എന്തായിരിക്കും, ഈക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ദെൻ ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫേമർ. Next question. In the following compound, the absolute configuration of C2 and C3 are. Correct answer is option A, 2R. 2S3R. Okay. അതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഈ പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് COH, CH2NH2, ദെൻ CH2OH, CH3. അതിൽ നമ്മൾ ബോണ്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റി അല്ല, നമ്പറിങ് ചെയ്യുന്ന സമയത്ത് COHന് 1, ദെൻ 2, 3, CH3ക്ക് 4 ആയിരിക്കും. ദെൻ ഓരോ കൈരാൽ കാർബൺസ് C2ഉം C3ഉം ആണ്, അതിൽ കൈരാൻ കാർബൺ. ഈ കൈരാൽ കാർബണിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് C2ൽ നോക്കുന്ന സമയത്ത് NH2 ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, ദെൻ COH സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി അതിൻ്റെ റിമൈനിങ് പോർഷൻ, അതായത് ബോട്ടം പോർഷൻ, ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി OH. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രയോറിറ്റി വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മൂവ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, R കോൺഫിഗറേഷനിലാണ് അത് നിൽക്കുന്നതെന്ന് പറയാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ്, ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്നതിൻ്റെ റിവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒറിജിനൽ കോൺഫിഗറേഷൻ. സോ ഈ സെൻറ്ററിൻ്റെ കോൺഫിഗറേഷൻ എസ് ആണ്. ദെൻ നെക്സ്റ്റ് C3 വരുന്ന സമയത്ത് C3യിൽ ഫസ്റ്റ് പ്രയോറിറ്റി OH, സെക്കൻഡ് പ്രയോറിറ്റി above portion of this molecule, and third priority goes to CH3 and fourth hydrogen. ഇവിടെയും ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ ബോണ്ടിൽ തന്നെയാണ്. സോ എന്താണോ നമുക്ക് ഈ 1, 2, 3 വെച്ചിട്ട് എന്താണോ കിട്ടുന്നത്, ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ S ആണ് കിട്ടുന്നത്, സോ R ഈസ് ദി കറക്റ്റ് ആൻസർ. സോ 2S3R. Then which of the following isomer is optically inactive? Option A, cis-1,3-dimethyl cyclohexane. Option B, trans-1,3-dimethyl cyclohexane. Option C, cis-1,4-dimethyl cyclohexane. And D is trans-1,4-dimethyl cyclohexane. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊരു ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഇതിൽ C മാത്രമേ എന്തുള്ളൂ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ഇനി ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിച്ചത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നാണോ എന്നറിയില്ല. പിന്നെ അപ്പം നോക്കുന്ന സമയത്ത് ഇപ്പോൾ cis-1,3-dimethyl cyclohexane ഇതിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത് എന്താണ്, ഏത് മോളിക്യൂളാണെന്നല്ലേ ക്വസ്റ്റ്യന്. പക്ഷേ മോളിക്യൂളിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അതിന് കൈരാലിറ്റി ഇല്ല, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. സോ cis-1,3-dimethyl cyclohexane സ്ട്രക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, അത് കൈരാലാണ്. trans-1,3-dimethyl cyclohexane വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഒന്നുമില്ല, സോ കൈരാലാണ്. ദെൻ cis-1,4-dimethyl cyclohexane വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, സോ കൈരാലാണ്. ദെൻ trans-1,4-dimethyl cyclohexane വരയ്ക്കുന്ന സമയത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ദാറ്റ് ഇസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി, സോ ഇറ്റ് ഈസ് അഖൈര. ഏതാണ് trans-1,3-dimethyl cyclohexane? ഞാൻ നേരത്തെ C എന്നാണ് പറഞ്ഞത്, സോറി അത് ബൈ മിസ്റ്റേക്കാണ്. സോ ഓപ്ഷൻ B മാത്രമാണ് ഇതിൽ ഒപ്റ്റിക്കൽ ആക്റ്റീവായിട്ട് കാണിക്കുന്നത്, ബാക്കിയെല്ലാം പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായതുകൊണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, then next question, which of the following conformation of cyclohexane is not stable? Most stable. Which of the following conformation of cyclohexane is the most stable? Option A, chair form. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, then rapid interconversion of alpha D glucose and beta D glucose in solution is known as
ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തു ഓപ്ഷൻ എ മ്യൂട്ടാ റൊട്ടേഷൻ. Then correct R&S notation of the structure given below is. Answer is option B 2R 3S. ഇതാണ് അതിൻ്റെ അത് സോൾവ് ചെയ്തിട്ടുള്ള പിക്ചർ. എനിക്ക് തോന്നുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടവർ അവരും അതിൽ ഒരു എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. സോ വീണ്ടും ടൈം കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, next question, the incorrect term regarding molecules which are mirror image is enantiomers എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്റ്റീവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസാണ്. സോ കൈരാലാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. Then next, the compound CH3 CHBr5 CH3 has option A 32 stereoisomers with 4 mesoforms, option B 16 optical isomers and 4 mesoforms, option C 16 optical isomers with no mesoforms, then option D 12 optically active and 4 mesoforms. The correct answer is option D 12 optically active and 4 mesoforms. അതായത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്തെന്ന് നോക്കാം. അതായത് നമ്മളെ കോമ്പൗണ്ട് CH3 CHBr5 ടൈംസ് CH3 ആണ്. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ എൻഡ് ഗ്രൂപ്പ് അതായത് രണ്ടും സെയിം ആണ്, രണ്ടും CH3 ആണ്. 5 സ്റ്റീരിയോ സെൻറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കൈരാൾ സെൻറ്റേഴ്സ് ഉണ്ട്. സോ ഈ കൈരാൾ സെൻറ്റേഴ്സ് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറാണ് സമയത്ത് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോംസ് എത്ര എണ്ണം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇക്വേഷനാണ് 2n-1 minus 2n-1/2, and where n is the number of chiral centers, and the meso compounds of this type of molecules can be calculated by using the equation 2n-1/2. okay, അപ്പോൾ നമ്മൾ 5 കൈരാൽ സെൻറ്റേഴ്സ് ആണുള്ളത്. സോ നമുക്ക് 12 സ്റ്റീരിയോ സെൻറ്റേഴ്സും ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോംസ് മീസോ ഫോംസ് 4ഉം കിട്ടും. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ എത്ര ആക്റ്റീവ് ഫോം അല്ല എത്ര മീസോ ഫോം രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ്. ഇനി ടോട്ടൽ സ്റ്റീരിയോ സെൻറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മീസോ ഫോമിനെയും കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം പ്ലസ് മീസോ ഫോമാണ്. അതായത് 12 + 6 മീൻസ് 16 ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ മീസോ ഫോം രണ്ട് സെപ്പറേറ്റ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം സെപ്പറേറ്റ് ചോദിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ബോത്ത് എൻഡ് സെയിം ആണ്. ഈവൻ നമ്പർ ഓഫ് കൈരാൽ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം നമുക്ക് 2n-1 മീസോ ഫോം 2n/2 എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ രണ്ട് എൻഡും ഡിഫറെൻ്റ് ആയിട്ട് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം 2n മീസോ ഫോംസ് 0 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് aldohexose given below is. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ അതിൽ നമ്മൾ നമ്പർ ചെയ്യുന്നത് CHOക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് നമ്പർ, അങ്ങനെ 6 കാർബൺ ആറ്റംസ് ഉണ്ട് ഈ ഒരു മോളിക്യൂളിൽ. പിന്നെ ഇതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിലൊരു ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 5th-ലും 4th-ലും ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബാക്ക്വേർഡാണ്, അവേ ഫ്രം അസ് ആണ്. 2nd-ലും 3rd-ലും ഹൈഡ്രജൻ ടുവാർഡ്സ് അസ് ആണ്. സോ ടുവാർഡ്സ് അസ് ആയിരിക്കുന്ന സമയത്തും അവേ ഫ്രം അസ് ആയിരിക്കുന്ന സമയത്തും എങ്ങനെയാണ് കോൺഫിഗറേഷൻ അസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജൻസ് അവേ ഫ്രം അസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 പ്രയോറിറ്റി കൊടുത്തിട്ട് ഏത് ഇതിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ കിട്ടുന്നത് അത് എന്ത് ചെയ്യാം നമുക്ക് എഴുതാം. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ 6, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ S. ഹൈഡ്രജൻ ടുവേർഡ്സ് അസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണ്ടി എഴുതാൻ. അപ്പോൾ മീൻസ് 1, 2, 3 ആൻഡ് 2ൽ ശരിക്കും നമുക്ക് S ആയിരിക്കും കിട്ടുന്ന 6 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. S ദെൻ S കിട്ടുന്നിടത്ത് 6 എഴുതാം. ഓക്കെ, 2R 3S 4S 5R ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ഇസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പാണ് വരുന്നുണ്ടെങ്കിൽ CH3 ഗ്രൂപ്പ് മാക്സിമം അപ്പാർട്ട്
നിൽക്കുന്നതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ, കാരണം സ്റ്റെറിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെറിക് സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും മാക്സിമം അടുത്തല്ല, ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉള്ള രീതിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഗോഷ് ഫോമിൽ നിൽക്കുന്നത്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി അവോയ്ഡ് ചെയ്യാം, കാരണം അവിടെ എന്ത് വരും, ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി കുറയും, അതായത് ആ ഒരു കൺഫർമേഷനിൽ അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് about camphor is or are true? Statement 1, camphor has two different asymmetric centers but only one pair of enantiomers exist. Second statement, the cyclohexane ring in camphor is in the chair conformation. Third statement, the cyclohexane ring in camphor is in board conformation and there is a gem dimethyl bridge. Option A 1 only, option B 1 and 2 only, option B 1 and 3 only, option C 2 only, option D 1 and 2 only. Correct answer is option B 1 and 3 only. അതായത് camphor has two different asymmetric centers but only one pair of enantiomers exist, and the cyclohexane ring in camphor is in board conformation and there is a gem dimethyl bridge. So camphorൽ ഇതാണ് സ്ട്രക്ചർ. അതിൽ 2 സൈക്കിളുകളുണ്ട്, കാർബണൈലുണ്ട്, 2 സ്റ്റീരിയോ സെൻറ്റേഴ്സ് ഉണ്ട്, 1ഉം 4ഉം ആണ് സ്റ്റീരിയോ സെൻറ്റേഴ്സ്. ഓക്കെ, it has 2 dissimilar chiral centers, only one pair of enantiomer is possible, board conformation with a cis fashion, gem dimethyl methylene is possible. ആ സ്ട്രക്ചറാണ്, അതിൻ്റെ ബോർഡ് കൺഫർമേഷൻ സ്ട്രക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ enantiomer pair. The number of heterocyclic nitrogen bases and the number of chiral centers present in the alkaloid quinine and respectively. Option A 2 and 5, option B 2 and 4, option C 1 and 5, option D 1 and 4. Correct answer option A ആണ്. നമ്പർ ഓഫ് നൈട്രജൻ ബേസസ്, ഈ മോളിക്യൂളിൽ 2 നൈട്രജൻ ആണുള്ളത്. ഇനി കൈരാൽ സെൻറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർ ഇട്ടതെല്ലാം കൈരാൽ സെൻറ്റേഴ്സ് ആണ്. അതിൽ 4 കാർബൺ കൈരാൽ സെൻറ്റേഴ്സ്, നൈട്രജനും ഇവിടെ ഒരു കൈരാൽ സെൻറ്ററാണ്. അതായത് ഈ നൈട്രജനിലുള്ള 4 സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ നൈട്രജനും പിന്നെ 4 സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഡിഫറെൻ്റ് ആണ്. 4 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അതിലുള്ള ബോണ്ട്, 4ാമത്തത് അവിടെയുള്ള ലോൺ പെയർ. അപ്പോൾ സോ അതും എന്താണ്, കൈരാലാണ്. സോ മൊത്തം 5 കൈരാൽ സെൻറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, then the following are chiral due to. Option A, first molecule axial chirality ആണ്, സെക്കൻഡ് ഹെലിക്കൽ chirality ആണ്, തേർഡ് പ്ലെയിൻ ആണ്, അതായത് ആ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അപ്പോൾ സോ ഫസ്റ്റത്തെ മോളിക്യൂള് അലീനാണ്. അലീനിലുള്ളത് അലീൻ ആൻഡ് ബൈഫിനൈൽസിൽ കാണിക്കുന്നത് എന്താണ്, ആക്സിയൽ കൈരാലിറ്റിയാണ്. ഹെലിക്കൽ കൈരാലിറ്റി മീൻസ് അതിൻ്റെ ഹെലിസിറ്റി കാരണം വരുന്ന ഉള്ള കൈരാലിറ്റിയാണ് ഹെലിക്കൽ കൈരാലിറ്റി. ദെൻ CH3 പ്ലെയിൻ ഓഫ് സിമെട്രി ആബ്സെൻ്റ് ആയ കാരണം ആ മോളിക്യൂള് എന്താണ്, കൈരാലാണ്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Then the most stable conformation of the following compound is. Correct answer is option C, tertibutyl, equatorial, methyl and OH in axial. Then the most stable conformation of optically active butane 2,3-diol is. Option C ആണ് കറക്റ്റ് ആൻസർ. കാരണം ബൾക്കി ഗ്രൂപ്പ് CH3യും ഓപ്പോസിറ്റ് ആണ്. OHകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉള്ള കൺഫോമറായിട്ടാണ് നിൽക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ഡി എറിത്രോസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2R 3R. അതാണ് അതിൻ്റെ നമ്പറിങ്ങും ബാക്കി ഡീറ്റെയിൽസും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, the most efficient method for the resolution of racemic mixtures is. Option D, chiral column chromatography.
The R and S nomenclature of the following compound is option A 1R, 2R, 3S. Then the most stable conformation of the following compound is option C chair with IPR and OH in equatorial and Me in axial. This is the structure of the ഇതാണ് നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. Then the number of optical isomers and mesoforms possible for the compound CH3, CH5, Br5, CH3R. Correct answer option A 12 optical isomers and 4 mesoforms. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. The most suitable reagent for the resolution of a racemic 2-butanol is option C optically pure plus lactic acid. Next question, which of the following is not true? Option first option, Bott conformation is the preferred conformation of 1,4-cyclohexane diol. Option B, cis-1,3 dimethyl cyclohexane is a meso compound. Option C, in cis-1,3 cyclohexane diol the diaxial is the preferred conformation. Okay, then D, in 2-bromocyclohexanone the bromine is at equatorial position. The correct answer is D. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ്. അതായത് ബ്രോമിൻ ഇക്വറ്റോറിയൽ പൊസിഷനിലല്ല നിൽക്കുന്നത്, ആക്സിയൽ പൊസിഷനിലാണ്. അതാണ് അവിടെയുള്ള കറക്ഷൻ. ഫസ്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ 1,4-cyclohexane diol. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ രണ്ടും OH തമ്മിലും എന്താണ് ഓപ്പോസിറ്റ് സൈഡാണ്. സോ അത് രണ്ട് OH ഉള്ളത് കാരണം അത് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉള്ള രീതിയിലേക്ക് ആ കൺഫേമർ റീഅറേഞ്ച് ചെയ്യും. സോ അതിൽ ബോട്ട് കൺഫേമറിലായിരിക്കും അതിന് സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. സോ എന്താണ് റീസൺ? ഹൈഡ്രജൻ ബോണ്ടിങ്. സോ cis-1,3 dimethyl cyclohexane കേസാണെന്നുണ്ടെങ്കിൽ അത് പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. സോ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ കൈരൽ സെൻറ്റേഴ്സ് ഉണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അത് എന്താണ് മീസോ കോമ്പൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് മോളിക്യൂൾ, ഈ രണ്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും എന്താണ് ആക്സിയൽ ഇക്വറ്റോറിയൽ ആക്സിയൽ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ. മറ്റേത് ആക്സിയൽ ഇക്വറ്റോറിയൽ ആകുന്ന സമയത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അപ്പോൾ ഈ മോളിക്യൂള് ആക്സിയൽ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് 1,3 പൊസിഷനിൽ. ദെൻ നമ്മൾ കറക്ഷനുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് നെക്സ്റ്റ് ആൽഫ ഹാലോ കീറ്റോൺ, അതായത് ഇവിടെ ബ്രോമിൻ വരുന്ന സമയത്ത് ബ്രോമിന് ഇലക്ട്രോണ്, അതായത് ബ്രോമിനിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അപ്പോൾ ആ CO-ലാണെന്നുണ്ടെങ്കിൽ ആ ഓക്സിജനിലും ഇലക്ട്രോൺ, അതായത് ഈ ഇലക്ട്രോമെറിക് എഫക്റ്റ് കാരണം ഓക്സിജനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള ആ ഒരു റിപ്പൾഷൻ, അതായത് അതിനെയാണ് ഡൈപോളാർ അവിടെയുള്ള ഡൈപോളാർ റിപ്പൾഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആക്സിയൽ പൊസിഷനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രോമിൻ ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ ഈസ് ദി ഡീസ്റ്റെബിലൈസിങ് സ്ട്രക്ചർ ഡ്യൂ ടു ഡൈപോളാർ റിപ്പൾഷൻ കാരണം. അപ്പോൾ ഈ ബ്രോമിൻ വരുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു ഡൈപോളാർ റിപ്പൾഷൻ കാണുന്നത്, പക്ഷേ എല്ലാ ഹാലോജൻസ് വരുന്ന സമയത്തും ഈ ഒരു ഡൈപോളാർ റിപ്പൾഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻറ്റ് അയഡിലാണ് ഏറ്റവും കൂടുതൽ, ദെൻ ബ്രോമിൻ, ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ. അതായത് ദിസ് ഇസ് നോട്ട് എ കേസ് വിത്ത് ബ്രോമിൻ ബട്ട് ദ കേസ് ഓഫ് ഓൾ ഹൈഡ്രജൻസ് ഇൻ സെക്കൻഡ് പൊസിഷൻ ഓഫ് സൈക്ലോഹെക്സനോൺ ഓർ 2-halo cyclohexanone. അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ഈ ഗോഷ് എഫക്റ്റ് കാരണമാണ്. ഗോഷ് എഫക്റ്റ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് ആക്ട് ആസ് എ സ്റ്റെബിലൈസിങ് ഫാക്ടർ ഫോർ ഇക്വറ്റോറിയൽ കൺഫർമേഷൻ ഇൻ ലാർജസ്റ്റ് ഫോർ ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ, 0 ഫോർ ബ്രോമിൻ ആൻഡ് -4 ഫോർ അയഡിൻ. അതുകൊണ്ടാണ് ബ്രോമിനിലും അയഡിനും ഈ ഒരു ഗോഷ് എഫക്റ്റ് ഇല്ലാത്ത കാരണമാണ്, അല്ലെങ്കിൽ കുറഞ്ഞ കാരണമാണ് അത് പൊസിഷൻ ആക്സിയൽ പൊസിഷൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. Next question, the absolute configuration of the following compound D-plus xylose is? Correct answer is option D, 2R, 3S, 4R. Next question, which among the following structure is or are
of are glyceraldehyde. The correct answer is option C, 1 and 3. നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ സ്ട്രക്ചർ കറക്റ്റ് ആർ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് എസ് ആണ് കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ ഹൈഡ്രജൻ വെർട്ടിക്കൽ ബോണ്ട് ആയ കാരണം നമ്മളതിനെ ഇൻവേർട്ട് ചെയ്യുന്നു. സോ ആറാണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡിൽ എസ് തന്നെയാണ്, തേർഡിൽ എസ് ആണ്, ബട്ട് ഫോർത്ത് പ്രയോറിറ്റി ഹൈഡ്രജൻ ടുവേർഡ്സ് എസ് ആയ കാരണം അത് അത് നമുക്ക് കിട്ടിയത് നമ്മൾ ഇൻവേർട്ട് ചെയ്യണം. എന്ത് റൂൾ അനുസരിച്ച് ഫോർത്ത് പ്രയോറിറ്റി ഗ്രൂപ്പ് ബാക്ക്വേർഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് കിട്ടും. അതായത് കിട്ടുന്നത് തന്നെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഓപ്പോസിറ്റ് ഒക്കെ എഴുതാം. സോ എസ് ആണ് കിട്ടുന്നത്, 6 എഴുതാം. സോ നെക്സ്റ്റിൽ 6 ആണ് കിട്ടുന്നത്, എസ് എഴുതാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 6 എസ് 6 എസ് ആയിരിക്കും. IUPAC name of the following compound is. Correct answer is option D, 2Z, 4S, 6R, 4 chloro, 6 hydroxy, 2 methyl hept, 2 enol. ഓക്കെ, ദെൻ ഇതാണ് അത്, ഇങ്ങനെയാണ് അതിൻ്റെ നമ്പറിങ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആൽഡിഹൈഡിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ദെൻ 1 2 3 അല്ല കീറ്റോൺ ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുത്തിട്ട് 1 2 3 7 കാർബൺ ആറ്റംസ് ഉണ്ട് ആ റിങ്, ആ ഒരു ചെയിനിൽ. ദെൻ അതിന് ഇപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ കൺഫർമേഷൻ കാണാം. സോ നമുക്ക് എസ് കിട്ടുന്നു, ബട്ട് ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചിലയിടത്ത് എഴുതിയിട്ടുണ്ടാവും ഒബ്റ്റെയിൻഡ് ആക്ച്വലി എന്നൊക്കെ. അതെന്താണ്, നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്, പിന്നെ അവിടെ നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്യുന്നു. അതായത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ 4B+ റൂളോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ് പിന്നെ ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് ഏതാണ് കൈരാൾ കാർബൺ ഏതാണെന്ന് നോക്കുക അതിനനുസരിച്ചിട്ട്. സോ 2Z, 4S, 6R, 4 chloro, 6 hydroxy, 2 methyl hept, 2 enol ആണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. The most stable conformation of the following molecule is option B, tertibutyl and hydroxyl group, axial, methyl, equatorial. അപ്പോൾ ഇതിലെ ആക്ച്വൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ടെർട്ടബ്യൂട്ടൈൽ മീഥൈൽ ഇക്വറ്റോറിയൽ വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ് ആവും. അതായത് ഈ രണ്ട് ഗ്രൂപ്പ് മീഥൈലും ഇക്വറ്റോറിയൽ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽഡ്. ഓൾ ഇക്വറ്റോറിയൽ വന്നാലും പോസിബിൾ അല്ല. ദെൻ പിന്നെ ടെർട്ടബ്യൂട്ടൈൽ ആക്ഷ്യലും മീഥൈലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇക്വറ്റോറിയൽ വന്നാലും എന്താണ് അത് പോസിബിൾ അല്ല. സോ പോസിബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കേണ്ടത് മെയിനായിട്ട് ഈ 3 ഗ്രൂപ്പും എന്തിൽ കിട്ടണം, സിസ്സായിട്ട് കിട്ടണം, ഒരേ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇക്വറ്റോറിയലും ആക്ഷ്യലും നോക്കി, അതായത് എല്ലാതും ഇക്വറ്റോറിയൽ ആക്കുക എന്നുള്ളതല്ല, മെയിനായിട്ടും എല്ലാ ബോണ്ടും മെയിൻ ബോണ്ട്സൊക്കെ ടുവേർഡ്സ് എസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാർബൺ എടുത്തിട്ട് അപ്പ് ഡൗൺ അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. അതായത് ഓരോ കാർബണിലും അപ്പ് ഡൗൺ, അപ്പ് ആണെന്നുണ്ടെങ്കിൽ സിസ് ആണ്, അപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ് ആണ്. അപ്പോൾ ഇതിൽ OHും ടെർട്ടബ്യൂട്ടൈൽ ഗ്രൂപ്പും അപ്പ് ആണ്. അതിൽ അപ്പോൾ എന്താണ് അത് തമ്മിൽ സിസ്സാണ്. OHും CH3യും ടെർട്ടബ്യൂട്ടൈലും ഇതെല്ലാം അപ്പാണ്. അപ്പോൾ എന്താണ് അപ്പ് തന്നെയാണ്. പിന്നെ അങ്ങനെ അപ്പോൾ സിസ്സാണ് കിട്ടുന്നത്. പക്ഷേ അപ്പോൾ എല്ലാം കൂടി നോക്കുന്ന സമയത്ത് അത് ഇക്വറ്റോറിയലാവും. ഓക്കെ, the most stable conformation of cis-1,2 dimethyl cyclohexane. The correct answer is option C, 1 axial and 1 equatorial. അപ്പോൾ ഇത് ആക്ഷ്യൽ ഇക്വറ്റോറിയൽ, അതായത് സിസ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടും ആക്ഷ്യലും രണ്ടും ഇക്വറ്റോറിയൽ ആവണം എന്നല്ല നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഓരോ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് നോക്കിയിട്ട് അതിൽ അപ്പോൾ ഫസ്റ്റ് കാർബണിൽ അത് ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡാണ്, സെക്കൻഡ് കാർബൺ ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ആക്ഷ്യലാണ്. പക്ഷേ ഡൗൺ ആണ് നോക്കേണ്ടത്. സിസ് ആവൺ ട്രാൻസ് ആണെങ്കിൽ അപ്പ് ഡൗൺ ആണ് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഡി ഗ്ലൂക്കോസ് ആൻഡ് ഡി മാനോസ് ആർ റിലേറ്റഡ് ആസ് ഓപ്ഷൻ ബി എപ്പിമേഴ്സ്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഗ്ലൂക്കോസും ഡി മാനോസും എന്താണ് C2 എപ്പിമറാണ്. അതായത് ആ സർക്കിൾ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് സെക്കൻഡ് കാർബൺ ആണ്. അതായത് ആ സെക്കൻഡ് കാർബണിലുള്ള
സ്റ്റീരിയോ കെമിസ്ട്രിക്ക് അനുസരിച്ച് മാത്രമാണ് ആ മോളിക്യൂൾ തമ്മിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ മുകളിലോട്ട് നോക്കിയാൽ ആ രണ്ട് മോളിക്യൂളും സെയിം ആണ്. പക്ഷേ ആ ഒറ്റ കാർബൺ ആറ്റത്തിലുള്ള സ്റ്റീരിയോ കെമിസ്ട്രി അനുസരിച്ചിട്ടാണ് ആ മോളിക്യൂൾ തമ്മിലും ഡിഫറെൻ്റ് ആയത്. സോ epimers have change in configuration at one stereo center in a compound which has more than one such stereo centers. So this process is called epimerization. അതായത് എപ്പിമെറൈസേഷൻ വഴി നമുക്ക് ഒരു മോളിക്യൂളിന് മറ്റൊരു, അതായത് ഗ്ലൂക്കോസിനെ ഡീഗ്ലൂക്കോസിനെ ഡിമാനോസ് ആക്കാം. So for cis-trans isomerism is shown by option A cyclohexene, option B 1,2-dibromocyclohexane, option C 1-butane, option D 2,3-dimethyl-butane. ഓപ്ഷൻ എ സൈക്ലോഹെക്സീൻ എന്തല്ല സിസ്-ട്രാൻസ് ഐസോമെറിസം കാണിക്കില്ല. കാരണം ജിയോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ബൾക്കി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിലും പിന്നെ ബൾക്കി ഗ്രൂപ്പ് സെയിം സൈഡ് ആണെങ്കിൽ സിസ് എന്നാണല്ലോ നമ്മൾ അന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ സൈക്ലോഹെക്സൈനിൽ പോസിബിൾ അല്ല ഒരിക്കലും. ദെൻ സെക്കൻഡ് ഓപ്ഷൻ 1,2-ഡൈബ്രോമോസൈക്ലോഹെക്സൈനാണെന്നുണ്ടെങ്കിൽ അത് 1,2-ഡൈബ്രോമോസൈക്ലോഹെക്സൈൻ രണ്ട് രീതിയിൽ എഴുതാം. അതായത് സിസ് ആയിട്ടും എഴുതാം, ട്രാൻസ് ആയിട്ടും എഴുതാം. അത് രണ്ടുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടായാലും എന്തല്ല അതിൽ സിസ്-ട്രാൻസ് ഈ രണ്ട് സ്ട്രക്ചറിലാണ് എന്ത് കാണിക്കുന്നത് സിസ്-ട്രാൻസ് ഐസോമെറിസം കാണിക്കുന്നത്. ഓക്കെ, അതായത് 1,2-ഡൈബ്രോമോസൈക്ലോഹെക്സൈനിൽ രണ്ട് സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്, ഇത് രണ്ടുമാണ് അതിൻ്റെ സിസ്-ട്രാൻസ് ഐസോമെറിസം. ഇനി തേർഡ് ഓപ്ഷൻ 1-ബ്യൂട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ്, അതായത് ആ ഡബിൾ ബോണ്ടിലെ കാർബണിലെ ഫസ്റ്റത്തെ കാർബണ് രണ്ടും ഹൈഡ്രജൻസ് ആണ്. ഒരു കാർബണിൽ രണ്ടും സെയിം ഗ്രൂപ്പ് വന്നാൽ അതിലെന്ത് കാണിക്കില്ല, പിന്നെ ജിയോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല. ഇനി ഫോർത്ത് ആണെന്നുണ്ടെങ്കിൽ 2,3-dimethyl-butane ആണ്, അത് സാച്ചുറേറ്റഡ് മോളിക്യൂളാണ്. സാച്ചുറേറ്റഡ് മോളിക്യൂൾ, അതായത് ഓപ്പൺ ചെയിൻ സാച്ചുറേറ്റഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല, സിസ്-ട്രാൻസ് ഐസോമെറിസം കാണിക്കില്ല. ഓക്കെ, the absolute configuration of carbon atom 2 and 3 are option D 2R 3R. അത് കാൽക്കുലേറ്റ്, അത് മീൻസ് അതിൻ്റെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത്, പിന്നെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അതിൻ്റെ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് വരുന്നത്. ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ അത് നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫൈനൽ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നത് രണ്ടും ആറാണ്, 2R 3R. The next question, which of the following is true of any S enantiomer? It rotate plane polarized to light to right. It rotate plane polarized light to the left. It is a racemic form. It's a mirror image of corresponding R enantiomer. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, നമുക്കതൊന്ന് പറയാൻ പറ്റുന്നത്. ഒന്ന്, അതായത് എസ് enantiomer കിട്ടിയാൽ എന്താണ് അത് R enantiomerൻ്റെ മിറർ ഇമേജ് ആണ്, അല്ലാതെ അതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒന്നുമില്ല. റൈറ്റിലേക്ക് ഇതാക്കുന്നതിന് ലെഫ്റ്റിലേക്ക് ആക്കുന്നതിന് സ്മോൾ ഡി സ്മോൾ എൽ ഓർ പ്ലസ് ഓർ മൈനസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ക്യാൻ ബി സെഡ് വിത്ത് സർട്ടനിറ്റി ഇഫ് ദ കോമ്പൗണ്ട് ഹാസ് alpha 25 D 9.250. Option A, the compound has S configuration, the compound has R configuration, the compound is not a mesoform, the compound possesses only one stereo centers. അതായത് ഇതിൽ ആർ കോൺഫിഗറേഷൻ നമ്മൾ ഈ ഒരു നൊട്ടേഷൻ, സ്പെസിഫിക് നൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് നൊട്ടേഷനിൽ ആറാണോ എസ് ആണോ എന്നുള്ളതല്ല, നമ്മൾ അതിന് ഡി ആണോ എൽ ആണോ, ഒരു ടൈപ്പിൽ ആർ എസ് ഒ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഡി ആണോ എൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ആ 9.250 ബാക്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ലിവോ റൊട്ടേറ്ററി ആണോ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണോ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഇതെന്തല്ല, പിന്നെ ഈ കോമ്പൗണ്ട് മീസോ അല്ല. കോമ്പൗണ്ട് പ്രോസസ് ഒരു സ്റ്റീരിയോ സെൻറ്റർ ആണെന്നൊന്നും നമുക്കിതൊന്നും കിട്ടില്ല. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Which of the following compound can be obtained in an optically active form? 1, 2, 3. മെന്തോൾ, ക്യാംഫർ, ലിനലോളാണ് അതിൻ്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമിൽ കിട്ടുന്നത്. ടെർപ്പിനോളീൻ എന്തല്ല, അതിൽ കൈരാൽ കാർബൺസ് ഒന്നുമില്ല. സോ
ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റത്തെ മെന്തോൾ, സെക്കൻഡ് ലിനഡോൾ, ദെൻ ടെർപ്പിനോളി. നമ്മൾ ക്യാംഫറിൻ്റെ സ്ട്രക്ചർ നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലിനലോളീനാണ് അതിൽ എന്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത, മീൻസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാത്ത മോളിക്യൂൾ. Using the Fisher projection formula of D plus glucose, the R and S designation of chiral centers can be assigned as option A 2R, 3S, 4R, 5R. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സ്റ്റീരിയോ സെൻറ്റേഴ്സിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓരോ കാർബൺ ആറ്റംസും നമ്മൾ കിട്ടുന്നത് എന്താണോ, പിന്നെ നമ്മൾ ആ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതും ആക്ച്വലി എന്ന് പറഞ്ഞാൽ ആ റൂൾ അപ്ലൈ ചെയ്തിട്ട് വന്നത്. സോ നമ്മൾ അതിൻ്റെതാണ് 2R, 3S, 4R, 5R. The stable chain conformation of trans 1,4-dimethyl cyclohexane can be represented as trans ആണ്. ട്രാൻസ് ആവണമെന്നുണ്ടെങ്കിൽ അപ്പ് ഡൗൺ വേണം. അതായത് ഇതിൽ നമ്മൾ ഇക്കറ്റോറിയൽ ആക്ഷ്യൽ എന്നല്ല നോക്കല്. ചിലപ്പോൾ അത് ചില കേസുകളിൽ ആക്ഷ്യൽ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇക്കറ്റോറിയലാണ്, ഒന്ന് ആക്ഷ്യലാണ്. പക്ഷെ ആ കേസിൽ അതെന്താണ്, ആ കാർബണിൽ അത് അപ്പാണ്, അപ്പ് കാർബണും അപ്പ് കാർബണിലാണ് അത് നിൽക്കുന്നത്. മറ്റേ ബോണ്ടും അപ്പാണ്. അപ്പോൾ അപ്പാണെന്നുണ്ടെങ്കിൽ സിസ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടും എന്താണ് ഇക്കറ്റോറിയലാണ്. രണ്ടും ഇക്കറ്റോറിയൽ ആയത് കാരണം എന്താണ്, ഇക്കറ്റോറിയൽ ആയത് കാരണമല്ല, രണ്ടും ഇക്കറ്റോറിയലാണ്. ഓരോ കാർബണിലും അത് രണ്ടും അപ്പ്, ഒന്നിൽ അപ്പാണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ ഡൗൺ ആണ്. അപ്പോൾ അത് എന്താണ്, ട്രാൻസ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ആക്ഷ്യലാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു CH3 ഇക്കറ്റോറിയലാണ്, നെക്സ്റ്റ് CH3യും ഇക്കറ്റോറിയലാണ്. പക്ഷേ ഒന്നിൽ അപ്പ് കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്, ട്രാൻസ് ആണ്. ഓപ്ഷൻ സി എന്താണ്, രണ്ടും ആക്ഷ്യലാണ്, ഒന്ന് അപ്പാണ് ഒന്ന് ഡൗൺ ആണ്. ഒരു മീതയിൽ അപ്പാണ്, ഒരു മീതയിൽ ഡൗൺ ആണ്. ഇതും എന്താണ്, ട്രാൻസ് തന്നെയാണ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് സ്റ്റേബിൾ ചെയിൻ കൺഫർമേഷൻ ആണ്. മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ഇക്കറ്റോറിയൽ നിൽക്കുന്നതാണ് എന്ത്, മോസ്റ്റ് സ്റ്റേബിൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ സിസ് decalin is more stable than trans decalin. Option B, trans decalin is more stable than cis decalin. Option C, trans decalin isomers undergo ring flip. Option D, cis decalin isomers undergo ring flip. Okay, correct answer option B ആണ്. അതായത് ബിയും ഡിയും. ട്രാൻസ് ഡെക്കാലിൻ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിസ് ഡെക്കാലിൻ ആൻഡ് ഡി സിസ് ഡെക്കാലിൻ ഐസോമേഴ്സ് അണ്ടർഗോ റിംഗ് ഫ്ലിപ്പ്. നോക്കാം. ഇതിൽ ആദ്യത്തെ സ്ട്രക്ചർ ട്രാൻസ് ഡെക്കാലിനാണ്. ആദ്യത്തെ ആ ഗ്രൂപ്പ് ഫസ്റ്റ് ആ റോയിലുള്ള സ്ട്രക്ചേഴ്സ് ട്രാൻസ് ഡെക്കാലിനും സെക്കൻഡ് റോയിലുള്ള സിസ് ഡെക്കാലിനുമാണ്. ട്രാൻസ് ഡെക്കാലിൻ എന്ന് പറയുന്ന സമയത്ത് ഹൈഡ്രജൻസ് രണ്ടും ട്രാൻസ് ആണ്. സിസ് ഡെക്കാലിൻ എന്ന് പറയുന്ന സമയത്ത് ഹൈഡ്രജൻസ് സിസ് ആവും, പക്ഷെ അതിനനുസരിച്ച് ഒരു സൈക്ലോഹെക്സൈൻ റിങ് എന്തായിരിക്കും ഈ രീതി സിസ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി വൈസ് നോക്കുന്ന സമയത്ത് ട്രാൻസിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക. സിസിന് സ്റ്റെബിലിറ്റി കുറവായത് തന്നെ അതെന്ത് ചെയ്യും, പെട്ടെന്ന് അതിന് ടോട്ടമറൈസ് ചെയ്തിട്ട് എന്തൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്, ട്രാൻസിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, the statement which is not correct about decalin. Trans isomer is more stable than cis. Cis isomers option B, cis isomer has 3 gauche butane interaction. Option C, trans isomer is incapable of ring inversion. Option D, cis decalin show 2 peaks in NMR. Not correct ആണ്. Option D, cis decalin shows 2 peak in NMR. അതായത് ട്രാൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ. ഓക്കെ, the absolute configuration of the following molecule. ഓപ്ഷൻ ബി ആർ കോൺഫിഗറേഷൻ. ഇത് ബൈഫിനൈൽ സിസ്റ്റമാണ്, ആക്സിയൽ കൈരാലിറ്റി ആണുള്ളത്. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. ഇനി അത് ബൈഫിനൈൽ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു. ബൈഫിനൈലിൻ്റെ നമ്മൾ തന്നിരിക്കുന്ന ഫോമിലാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ സ്റ്റീരിയോ കെമിസ്ട്രി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആകുന്നത്. അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ബൈഫിനൈലിന് ഒരു ബെൻസീൻ റിങ് പ്ലെനാറും അടുത്ത ബെൻസീൻ റിങ് ഒരു 45 ഡിഗ്രി ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക.
അപ്പോൾ ഓരോ സബ്സ്റ്റിറ്റ്യൂവിനും ഓരോ റിങ്ങിനും പ്രത്യേക നമ്പർ കൊടുക്കുക ചെയ്യേണ്ടത്. ആദ്യം നമ്മളിലേക്ക് ഫോർവേഡ് ചെയ്ത് നിൽക്കുന്ന റിങ്ങിനെ കൺസിഡർ ചെയ്യുക. അതിന് ഏറ്റവും പ്രയോറിറ്റി കൂടിയ സബ്സ്റ്റിറ്റ്യൂവിന് ഫസ്റ്റ് പ്രയോറിറ്റി എന്നും സെക്കൻഡിന് സെക്കൻഡ് പ്രയോറിറ്റി എന്നും കൊടുക്കുക. ദെൻ ഒരു വെർട്ടിക്കൽ ബോണ്ട് വരയ്ക്കുക. ആ വെർട്ടിക്കൽ ബോണ്ടിൽ ഫസ്റ്റ് പ്രയോറിറ്റി ടുവാർഡ്സ് എസ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ ബാക്ക്വേർഡ് അല്ലേ, അപ്പോൾ അത് ബോട്ടം കൊടുക്കുക. അപ്പോൾ 1 2. അപ്പോൾ ഈ CH3ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അതായത് 1 എന്നുള്ളത് മുകളിൽ വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വെർട്ടിക്കൽ ബോണ്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി 1ൻ്റെ ആ സെയിം സൈഡിലുള്ളത്, അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ളത് തേർഡാണ്, റൈറ്റ് സൈഡിലുള്ളത് തേർഡാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് 4 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 1 വെർട്ടിക്കൽ ബോണ്ടിൽ വരുന്നത് ഏതാണ്, നമ്മളെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന റിങ്ങിലെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അത് ടുവാർഡ്സ് ഉള്ളതിന് മുകളിലും ബാക്ക്വേർഡ് ഉള്ളതിനെ താഴെ എഴുതാം. അപ്പോൾ 1 2 ഇത് ഈസി മെത്തേഡാണ് കേട്ടോ. ഞാനത് പറയുമ്പോൾ കൂടുതൽ ഈസി ആണോ എന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, 1ഉം 2 ആണ്. ദെൻ റൈറ്റ് സൈഡിലുള്ളതിന് ഈ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക, റൈറ്റിൽ എഴുതുക. വെർട്ടിക്കൽ അതായത് നമ്മൾ നോക്കുമ്പോൾ വെർട്ടിക്കൽ റൈറ്റും ലെഫ്റ്റും കേട്ടോ. അതിന് ലെഫ്റ്റിലുള്ളതിന് ലെഫ്റ്റിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഒരു ഓർഡർ വരയ്ക്കുക. 1 2 3 വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആർ കോൺഫിഗറേഷനിലാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് സ്റ്റേബിൾ കൺഫേമർ എമംഗ് ദ ഫോളോയിങ് ഇസ്. ഓപ്ഷൻ എ ആണ്. കാരണം എല്ലാ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്താണ്, ഇക്വറ്റോറിയലാണ്, ഒരു സ്ട്രെയിൻ ഒന്നുമില്ല, സ്റ്റേബിളാണ്. ദി കോമ്പൗണ്ട് ദി ഹൈഡ്രജൻ ആറ്റംസ് മാർക്ക്ഡ് HA HB ആർ ഹോമോട്ടോപ്പിക്. ദി റസമിക് ബേസ് ക്യാൻ ബി റിസോൾവ്ഡ് ബൈ മൈനസ് മാൻഡലിക് ആസിഡ്. Which is the compound having the name Z1-bromo-1,2-dichloroethane. അതായത് നമ്മൾ അതിൻ്റെ ഓരോ ക്ലോറിൻ നമ്മൾ ജോമെട്രിക്കലിൻ്റെ ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആൻസർ കിട്ടും. ഓക്കെ, ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ദി ഫോളോയിങ് കൈരാൽ കോമ്പൗണ്ട് 1 and 2 ആർ റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ എ S and R. ഇതാണ് അത് സോൾവ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, then next question, the most stable conformation of 1,2-dimethyl cyclohexane in cis form will be. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ എ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ് ആണ്. ഓപ്ഷൻ ബി അപ്പാണ്, അത് സിസ് ആണ്. ഓപ്ഷൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പ് ഡൗൺ ആണ്, അപ്പോൾ അത് എന്താണ്, ട്രാൻസ് ആണ്. മറ്റ് ഡി എന്ന് പറയുന്നത് സിസ് തന്നെയാണ്. പക്ഷെ മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ. മോസ്റ്റ് സ്റ്റേബിളും ആവണം, സിസ്സും ആവണം. ഓക്കെ, അപ്പോൾ ബി ആ വരിക.